ഹായ് ഗൈസ്, എങ്ങനെ നമുക്കൊരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഫുള്ളി ഒരു സ്ക്രാമ്പിൾഡ് റൂബിക്സ് ക്യൂബാണ്. ഇതൊന്നും സോൾവ് ചെയ്തിട്ടില്ല. സോ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കലാണ്. വൈറ്റ് ക്രോസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഒരു സൈഡ് ഫുൾ ഗ്രീൻ, അതായത് ഇപ്പോൾ വൈറ്റിൻ്റെ എഡ്ജ് പീസാണിത്. വൈറ്റ് എഡ്ജ് പീസ് ഗ്രീൻ വൈറ്റ് ഉണ്ട്. ഈ സെൻറ്റർ പീസ് ഗ്രീനുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. വൈറ്റ് ഓറഞ്ച് പീസ് സെൻറ്റർ പീസ് ഓറഞ്ച് ആയിട്ട് അലൈൻഡ് ആണ്. ബ്ലൂ അലൈൻഡ് ആണ്. റെഡ് അലൈൻഡ് ആണ്. സോ ഇങ്ങനെയുള്ള ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കലാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വൈറ്റ് ക്രോസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മഞ്ഞയ്ക്ക് ചുറ്റും, ബോട്ടത്തിലാണ് വൈറ്റ് ഇരിക്കുന്നത്. സോ മഞ്ഞയ്ക്ക് ചുറ്റും നിങ്ങൾ വൈറ്റ് എഡ്ജ് പീസുകൾ 4 ഉണ്ടാവും. വൈറ്റ് എഡ്ജ് പീസുകളെ 4 മഞ്ഞയ്ക്ക് ചുറ്റും ആദ്യം അലൈൻ ചെയ്യണം. അതിനുശേഷമാണ് ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ യെല്ലോയ്ക്ക് ചുറ്റും വെള്ള വരുത്തുന്നത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷേ അതോർത്ത് പറയേണ്ട കാര്യമില്ല. കുറച്ച് നാളത്തെ പ്രാക്ടീസ്, പിന്നെ ക്യൂബിനെ നിങ്ങൾ നന്നായിട്ട് എങ്ങനെയൊക്കെ തിരിച്ചാൽ എങ്ങനെയൊക്കെ വരും എന്നുള്ള രീതിയിലൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നേ. ബട്ട് കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് യെല്ലോയ്ക്ക് ചുറ്റും നമുക്ക് വൈറ്റ് 4 എഡ്ജ് പീസുകളാണ് വരുത്തേണ്ടത്. സോ പീസുകൾ നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കുക. ഇവിടെ ഒരു പീസ്, ഇവിടെ ഒരു പീസ്. സോ ഇത് നമ്മുടെ ടോപ്പ് ലെയറാണ്. ഇത് ബോട്ടം ലെയർ. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് മിഡിൽ ലെയറിലേക്ക് നോക്കുക. മിഡിൽ ലെയറിലേക്ക് നോക്കിയിട്ട് എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കേസിൽ നമുക്ക് 2 സ്ഥലത്ത് വൈറ്റ് ഉണ്ട്. ഇവിടെ വൈറ്റ് ഉണ്ട്, ഇവിടെ വൈറ്റ് ഉണ്ട്. ഈ മിഡിൽ ലെയർ പീസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 90 ഡിഗ്രി മുകളിലോട്ട് തിരിച്ചാൽ മതി. അതായത് മഞ്ഞയുടെ അടുത്തേക്ക് തിരിച്ചാൽ തന്നെ ഇത് സോൾഡ് ആകുന്നു എന്നുള്ളതാണ്. മിഡിൽ ലെയറിൽ പീസുകൾ വന്നാൽ ഒരു 90 ഡിഗ്രി തിരിക്കുമ്പോൾ തന്നെ ഇത് അലൈൻഡ് ആകുന്നു. ഇപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, ഇത് മിഡിൽ ലെയർ പീസാണ്, വൈറ്റ് പീസാണ്. സോ ഇതും ഒരു 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സോൾഡ് ആകുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പീസാണ്. ഈ പീസുകൾ ഒന്നുകിൽ ഇവിടെ വരാറുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ താഴത്ത് വരാറുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ലെയറിലുള്ള പീസുകളെ നമ്മളെപ്പോഴും ഒരു 90 ഡിഗ്രി തിരിച്ച് മിഡിൽ ലെയർ പീസാക്കി മാറ്റുക. കണ്ടില്ലേ, ഇവിടെ കിടന്നിരുന്ന ലെയർ, അല്ലെങ്കിൽ ഇവിടെയാണ് കിടന്നിരുന്നെങ്കിൽ ഇതിനെ നമ്മളൊരു 90 ഡിഗ്രി തിരിച്ച് മിഡിൽ ലെയർ പീസാക്കി മാറ്റുക. അതിനുശേഷം ഒരു 90 ഡിഗ്രി തിരിച്ച് മുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് മഞ്ഞയുടെ അലൈൻ ആകും. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സോൾഡ് ആയിട്ടുള്ള ഈ 2 വൈറ്റ് പീസുകൾക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. സോ ഞാനിപ്പോൾ ഇതിനെ മിഡിൽ ലെയർ പീസാക്കിയതിനു ശേഷം ഞാനിപ്പോൾ 90 ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഗ്രീൻ വൈറ്റ് പീസ് ഉണ്ട്. ഇതിപ്പോൾ 90 ഡിഗ്രി തിരിച്ചാൽ ആ പീസ് അവിടെ നിന്ന് പോയി. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസിനെ കളയാതെ ഫ്രീ സ്ലോട്ടുകൾ, ഫ്രീ സ്പേസുകൾ, ഇവിടെ ഫ്രീ ആണ്, ഇവിടെയും ഫ്രീ ആണ്, ഇവിടെ വൈറ്റ് നമുക്കില്ല, അങ്ങനെ ഇല്ലാത്ത പീസുകൾ ഈ ലെയറിന് മുകളിൽ അലൈൻ ചെയ്യുക. അതിനുശേഷം 90 ഡിഗ്രി തിരിക്കുക. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇവിടെ 3 നമുക്ക് സോൾഡായിട്ട് കിട്ടുകയും ചെയ്യും. നിലവിലുണ്ടായിരുന്ന പീസുകൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുകയും ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടം ലെയറിൽ ഇങ്ങനെയുള്ള പീസുകളാണ്. ഈ പീസുകളുടെ ഒരു പ്രത്യേകത, നമ്മളൊരു 180 ഡിഗ്രി, അതായത് 2 തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ ഗ്രീൻ പീസ് ഉണ്ട്. ഇതിനെ 180 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് വൈറ്റ്, ഈ പീസ് മുകളിലേക്ക് എത്തുമെങ്കിലും ഈ പീസ് നമുക്ക് താഴത്തേക്ക് പോയി. സോ അങ്ങനെ വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രീ സ്പേസ്, ഇവിടെ വൈറ്റ് പീസ് ഇല്ല, ആ സ്പേസിനെ ഇവിടെ ആക്കിയതിന് ശേഷം ഇതിന് നേരെ മുകളിൽ പിടിച്ചതിന് ശേഷം 180 ഡിഗ്രി തിരിക്കുക. സോ ഇപ്പോൾ നമുക്ക് മഞ്ഞയ്ക്ക് ചുറ്റും വൈറ്റ് അലൈൻ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് വൈറ്റ് ക്രോസ് ഉണ്ടാക്കേണ്ടത്. വൈറ്റ് ക്രോസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതും സോൾവ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ മഞ്ഞയുടെ ചുറ്റും എപ്പോഴും ഇങ്ങനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല. അതായത് എല്ലായിടത്തും വേറെ കളർ വൈറ്റ് ഒന്നുമില്ല അങ്ങനെ വന്നോളണമെന്നില്ല. പക്ഷേ
ഇങ്ങനെയുള്ള കേസുകളും വരാറുണ്ട്. അതായത് ഇവിടെ കോർണേഴ്സിലൊക്കെ വൈറ്റ്. പക്ഷെ ഇതോർത്ത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നമ്മൾക്ക് എപ്പോഴും ഈ 4 പീസ് നോക്കേണ്ട കാര്യമുള്ളൂ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. സോ നമ്മൾ യെല്ലോക്ക് ചുറ്റും 4 വൈറ്റ് പീസുകൾ അലൈൻ ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ 4 വൈറ്റ് പീസുകളുടെയും ഈ എഡ്ജിലുള്ള കളറുകൾ വ്യത്യസ്തമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ റെഡ്, ഇവിടെ ബ്ലൂ, ഗ്രീൻ, ദെൻ ഓറഞ്ച്. എല്ലാ ഭാഗത്തും സെൻറ്റർ പീസുകളും ഇതേ കളറുകളിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഏതെങ്കിലും ഒരു പീസ് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഗ്രീൻ വൈറ്റിന് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ അതായത് ഗ്രീനിൻ്റെ സെൻറ്റർ പീസുമായിട്ട് അലൈൻ ചെയ്യുക. നമ്മൾ അലൈൻ ചെയ്തു, ഗ്രീൻ ആയിട്ട് അലൈൻ ചെയ്തു. അതിനുശേഷം 2 തിരി, അതായത് 180 ഡിഗ്രി തിരിക്കുക. മഞ്ഞയുടെ ഭാഗത്ത് നിന്ന് ഈ വൈറ്റിന് നമ്മൾ ബാക്കിലെ വൈറ്റിൻ്റെ ഭാഗത്തിലേക്ക് മൂവ് ചെയ്യണം. 180 ഡിഗ്രി 2 തിരി, മനസ്സിലായാലും 90 ഡിഗ്രി 2 തവണ ഇരിക്കുക, 180 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ അലൈൻഡായി, വൈറ്റ് അലൈൻഡായി. ഇതേപോലെ മുകളിലത്തെ ലെയർ ഒരു കാര്യം ശ്രദ്ധിക്കണം, അലൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും അലൈൻ ചെയ്യരുത്. അടിയിലത്തെ ഒരു ലെയറും തിരിക്കരുത്. മഞ്ഞ ടോപ്പ് ലെയർ മാത്രം തിരിച്ച് അലൈൻ ചെയ്യുക. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഓറഞ്ച് പീസാണുള്ളത്. ഓറഞ്ച് ഇവിടെ റെഡാണ്. ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓറഞ്ച് ഉള്ളത്. സോ ഓറഞ്ച് നമ്മൾ അലൈൻ ചെയ്തു. 180 ഡിഗ്രി ഈ ലെയർ മാത്രമാണ് തിരിക്കുന്നത്. 180 ഡിഗ്രി തിരിക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു ഇൻവേർട്ടഡ് എൽ ഫോം ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഓറഞ്ച് മാച്ച് ചെയ്തു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് കൊണ്ടുവരണം. അടുത്ത് നോക്കുക, ഇവിടെ ഞാൻ റെഡ് പീസ് സെലക്ട് ചെയ്യുന്നു. റെഡ് ഇവിടെ മാച്ച് ചെയ്തു. റെഡ് സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്തു. ഇതിനെയും 180 ഡിഗ്രി തിരിക്കുകയാണ്. ദെൻ ബ്ലൂ ഇവിടെ ഓൾറെഡി മാച്ച്ഡ് ആണ്, നമുക്ക് തിരിക്കേണ്ട കാര്യമില്ല. സോ ഇത് ഓൾറെഡി മാച്ച്ഡ് ആണ്. ഇതിനെയും ഒരു 180 ഡിഗ്രി തിരിക്കുന്നു. സോ മഞ്ഞയുടെ ചുറ്റുമുണ്ടായിരുന്ന 4 എഡ്ജ് പീസുകളെയും 4 വൈറ്റ് എഡ്ജ് പീസുകളെയും നമ്മളിപ്പോൾ ഫലത്തിൽ ബാക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന സ്റ്റെപ്പ്. സോ നമുക്കൊരു വൈറ്റ് ക്രോസ് കിട്ടി. നമ്മളുടെ എല്ലാ കളറും ഇവിടെ അലൈൻഡ് ആണ്. ഓറഞ്ച്, ഗ്രീൻ, റെഡ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബാക്കിയുള്ള പീസുകൾ, അതായത് ഇപ്പോൾ ഈ 4 പീസുകൾ വേറെ കളറാണ് ഭാഗ്യവശാൽ, അത് നോക്കേണ്ട കാര്യമില്ല. ഏത് കളർ ഇവിടെ വന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് വേണ്ടതൊരു വൈറ്റ് ക്രോസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ പിന്നിനുള്ള ഷേപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും. ഇവിടെ ഒരു വൈറ്റ് പീസ്, ഈ വൈറ്റ് പീസിനെ കുറിച്ച് നിങ്ങൾ പറ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ക്രോസ് മാത്രമാണ്. ദാറ്റ്സ് ഓൾ.